യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞ് അനിയത്തിയുണ്ട്, മഞ്ചാടി. അവൾക്ക് വേണ്ടി ചീരൂര് ത്യാഗം ചെയ്യേണ്ടി വരും. രഘുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്നെ എങ്ങനെയെങ്കിലും വിനയന്റെ വീട്ടിലെത്തിച്ച ശേഷം നിന്നോട് മാത്രമായിട്ട് പറയണമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോ രണ്ടുപേരോടായിട്ട് പറയാം. പക്ഷേ അമ്മാവനോ അമ്പിളിയോ ഒരു കാരണവശാലും ഒന്നും അറിയരുത്. രഘുവേട്ടൻ കാര്യം പറ, ഞങ്ങൾ ആരോടും പറയില്ല. പറയാം. കോളത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് മഞ്ചാടിയുടെ കൂടെ ഉണ്ടായിരുന്ന ജീവൻ രാജിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആ മുറിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ഫോൺ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ കയ്യിൽ കിട്ടുകയും അവനതായിട്ട് മുങ്ങുകയും ചെയ്തു. ഹോട്ടൽ മാനേജറിലൂടെ വിവരം അറിഞ്ഞ ഹേമന്ത് ആ ക്ലീനിങ് സ്റ്റാഫിനെ കണ്ടെത്തി ചോദിച്ചപ്പോ അവനത് വിനയന് വിറ്റതായിട്ട് അറിഞ്ഞു. ആ ഫോൺ ഹേമന്തിന് തിരിച്ചു കൊടുക്കണമെന്ന് പറയാനാ ഞാൻ അമ്പിളിയും കൂട്ടി വിനയന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷേ അവൻ ആ ഫോൺ വേറെ ആർക്കോ വിറ്റുന്ന് അയാൾ ബോംബെക്ക് പോയെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവന്റെ വാക്ക് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ ആ ഫോണിന്റെ പേരിൽ എനിക്ക് അവനെ പിണക്കാനും പറ്റില്ല. അതുകൊണ്ട് ചീരു അവിടെ പോയി വിനയനുമായി അടുപ്പം കൂടി എങ്ങനെയെങ്കിലും ആ ഫോൺ കൈക്കലാക്കണം. ആ ഫോൺ നമുക്ക് കിട്ടിയിട്ട് എന്താ രഘുവേട്ട കാര്യം? അതിലെന്താ ഉള്ളത്? രണ്ട് കാര്യങ്ങളാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോ ഒന്നുമില്ലാതിരിക്കാം. അതിലൊന്ന് ഗോകുൽ നിരപരാധിയാണെന്ന തെളിവ് അതിലുണ്ടായേക്കാന്ന. രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് കേട്ട ഞെട്ടരുത്. നമ്മുടെ മഞ്ചാടിയുടെ പുറത്തു കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങളാവാതെ. ഈശ്വര, രഘുവേട്ട, അപ്പോ വിനയേട്ടൻ ഫോൺ ചെക്ക് ചെയ്ത് കാണോ? അറിയില്ല. അവനൊന്നും അറിയാത്ത പോലെ എന്നോട് സംസാരിച്ച. പക്ഷേ വിനയൻ പഠിച്ച കള്ളനാ, കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളാത്തത്. ചിരു, ആ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ എത്തുന്നത് പോലെ തന്നെ അപകടമാണ് വിനയന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാ അത് കൈവശപ്പെടുത്താനുള്ള ടാസ്ക് ഞാൻ ചീരുവിനെ ഏൽപ്പിക്കാന്ന് വെച്ചത്. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം.
ഇങ്ങനെ മടിച്ചു നിൽക്കാതെ, എടാ ആവശ്യക്കാരൻ നമ്മളാ, അത് മറക്കരുത്. എന്നാലും അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ടൊരു മടി. ഓ, ഞാൻ പറഞ്ഞത് നീ മറക്കരുത്. എടാ കാര്യം കാണാൻ ഏത് കഴുതരെയും കാല് പിടിക്കണം, അത്രയും ഓർത്താ മതി. നീ വാ ഇങ്ങോട്ട്. ഇവരെന്താ കരങ്ങേട്ട് ഇങ്ങോട്ട് വരുന്നേ? എന്തെങ്കിലും പ്രശ്നം കാണോ? നോക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വരവാണല്ലോ. വാ വാ, അകത്തേക്ക് വാ. അല്ല, നിങ്ങക്ക് ആക്സിഡന്റ് ആയപ്പോ തൊട്ടൊന്ന് കാണണമെന്ന് കരുതിയതാ. എപ്പോഴാ സാധിച്ചത്? എന്തായാലും പഴയതൊന്നും മനസ്സിൽ വെക്കാതെ വരണമെന്ന് തോന്നിയല്ലോ. സന്തോഷം. മനുഷ്യരല്ലേ, അതല്ലേ പറ്റൂ. പഴയതോർത്ത് ശത്രുത വെച്ച് പുലർത്തിയിട്ട് എന്തിനാ? അല്ലേ ഇന്ദ്ര? ആ, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? എല്ലാം ഭേദമായോ? കുഴപ്പമില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രാ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ആ, അല്ല, സിന്ധു എന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങളോട് പിണക്കമാണോ? അയ്യോ, ഒരു പിണക്കവും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളല്ലേ തെറ്റ് ചെയ്തത്. ആ, അതൊക്കെ കഴിഞ്ഞു. രണ്ടു കൂട്ടർക്കും അതൊക്കെ മറക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം മോളെ? നല്ല വിശേഷം. ആന്റി ഇന്ദ്രേട്ടനെയും ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. ആ, പ്രതീക്ഷിക്കുന്നൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഭഗവാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമേ നടക്കൂ. അതെ, സുശീല പറഞ്ഞതാ ശരി. വളരെ തുച്ഛമായ ഒരു ജീവിതമേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൂ. മനീഷയുടെ സത്യന്റെയും കാര്യം ഓർത്തിട്ടല്ലേ? അതെ, സുശീലയുടെയും ഇന്ദ്രന്റെയും ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. അവരങ്ങനെ വന്നപ്പോ നമ്മുടെ മോൾക്ക് വീണ്ടും ഒരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷ തോന്നുന്നുണ്ടല്ലേ? ആ, സത്യം മനീഷയെ സ്വീകരിച്ച എന്റെ വലിയൊരു ആദ്യം മാറിക്കിട്ടും. മനീഷയുടെയും സത്യന്റെയും വിവാഹം നടന്നപ്പോ നമ്മുടെ മോക്ക് സത്യന്റെ സ്നേഹത്തിന്റെയും നന്മയുടെയും വില അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അനുഭവങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അതെ, ഇനി നമ്മുടെ മോളെ സത്യം സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ നല്ലൊരു ജീവിതം തന്നെയാവും അവരുടേത്. നമ്മുടെ മകൾക്ക് നല്ലൊരു ജീവിതം മാത്രമല്ല, നമുക്ക് നല്ലൊരു മകനെ കൂടിയാവും അതിലൂടെ കിട്ടുന്നത്. അതെ സിന്ധു, സത്യൻ അത്രയും നല്ല പയ്യനാ. ഈ വിവാഹം നടന്നാൽ നമ്മുടെ സകല സമ്പാദ്യവും സത്യന്റെ പേരിൽ എഴുതി വെക്കാൻ പോലും ഞാൻ തയ്യാറാ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല കനകേട്ട. സത്യനവന്റെ അമ്മയെ ഏട്ടനെ പോലെ പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു പയ്യനല്ല. നമുക്കൊരാപത്ത് വന്നപ്പോ ഓടി വന്ന് നമ്മളെ സഹായിച്ചത് യാതൊന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ. ആ, ഏതായാലും ഈശ്വരൻ നമ്മളെ കൈവിട്ടില്ലല്ലോ. ആ ഒരു പ്രതീക്ഷ ഇപ്പൊ മനസ്സിൽ തോന്നുന്നത്. ആ, അങ്ങനെ നമ്മളെ കൈവിടില്ല കനകേട്ട. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. മകളുടെ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും ചെയ്യുന്നത് മാത്രമേ നമ്മളും ചെയ്തിട്ടുള്ളൂ. അതെ, എല്ലാം നന്നായി വരട്ടെ. ആരോ വന്നെന്ന് തോന്നുന്നു. സത്യനായിരിക്കും, നീ വാ. നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് മതിയായില്ലേ? വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ മനീഷയെ കാണാൻ വേണ്ടി വന്നതാ. മനുഷ്യ കാണാനോ? എന്തിന്? കണ്ടിടത്തോളം മതി. മര്യാദയ്ക്ക് ഇവിടെ നൽകിപ്പോയ്ക്കോ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാൻ. അച്ഛ വേണ്ട. നീ കണ്ടോ? ഇവൻ നാണമില്ലാതെ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടാ സഞ്ജു വന്നത്. സഞ്ജു വാ, വരൂ.
ഒരു ഫോൺ വേണം. ഏത് മോഡലാ വേണ്ടത്? അതൊക്കെ പറയാം. ഏതൊക്കെ മോഡലുണ്ട്? അത്യാവശ്യം എല്ലാ കമ്പനിയുടെയും മോഡലുകളുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒന്ന് പറഞ്ഞാലേ അതിനനുസരിച്ചുള്ളത് ഞാൻ കാണിക്കാം. ഞങ്ങൾക്ക് വേണ്ടതേ നിന്റെ കയ്യിലുള്ള ഫോണാ. മനസ്സിലായില്ല, നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? മനസ്സിലാക്കി തരാം. കോവളം ഹോട്ടലിലെ ദൃശ്യങ്ങൾ പകർത്തിയ ആ ഫോണാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളാരാ? എൻ്റെ കയ്യിൽ അങ്ങനെ ഫോണൊന്നുമില്ല. തന്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് തന്ന തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ താൻ വിവരം അറിയും. നിങ്ങളൊന്ന് പോയേ. പോയില്ലേ എന്തിവിടാ? ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എങ്കിൽ നീ വിളിയടാ പോലീസിനെ. ഏത് ദൈവം തമ്പുരാൻ വന്നാലും നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഞങ്ങൾ പോവൂ. ഫോൺ തരാം. വണ്ടി കാലത്ത് കൂട്ടിട്ടെ. അയ്യോ, ചേട്ടാ, വണ്ടി നിർത്ത്. വണ്ടി നിർത്ത്. എന്ത് പറ്റി? വിനയേട്ടൻ. ചേട്ടാ വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. പോടാ, മാറിക്കടാ. ചേട്ടാ, വണ്ടി വിട്. വീട്ടിൽ വിട്. ചേട്ടാ, ചേട്ടാ, വേഗം വിടെടാ. വിനയ, ചേട്ടാ വിട്ടു. നിങ്ങളോ? എന്താ വിനയ പ്രശ്നം? ആ അത് പിന്നെ അവര് വെറുതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ പ്രശ്നം? അവര് കടയിൽ മൊബൈൽ വാങ്ങാൻ വേണ്ടി വന്നു. മൊബൈൽ വാങ്ങാൻ വന്നിട്ട് ഫ്രീ ആയിട്ട് മൊബൈൽ വേണമെന്നായി. ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവര് കഴുത്തിന് പിടിച്ചു. ഞാൻ ഇറങ്ങി ഓടി. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? എന്ത് കാര്യത്തിന്? പോലീസ് സ്റ്റേഷനൊന്നും പോണ്ട. അല്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം പിന്നെ അവന്മാരെ എന്നെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി. നമുക്ക് പോവാൻ വിനയ, ഞങ്ങൾ സാക്ഷി പറയാം. ഒന്നും വേണ്ടാന്ന്. ചേട്ടാ, ആ ജംഗ്ഷനിൽ എങ്ങാൻ നിർത്തിയേ, എന്നെ അവിടെ നിന്ന് ഇറക്കിട്ടെ. അതെന്തിനാ? എവിടെ പോവാനാ? എനിക്ക് കടയിലോട്ട് പോകണം. കട അടച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. ഇനി ഇപ്പൊ കടയിലോട്ടൊന്നും പോണ്ട, വീട്ടിലോട്ട് പോയാ മതി. ഞങ്ങളും അങ്ങോട്ടാ. വീട്ടിലോട്ടോ? ആ അതെ. ഇന്ദ്രനല്ലേ? നിങ്ങളാരാ? ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇന്ദ്രനെ ഒന്ന് കാണണം. അയാളോട് ഇല്ലേ? അല്ല, ഞാൻ ഇന്ദ്രന്റെ അമ്മയാ. അവനെ കാണാൻ വരുന്ന ആരാണെന്ന് ഞാൻ അറിയാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങളുടെ മകന്റെ ട്രാവൽസിലെ വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ചായിട്ട് അറിയാമല്ലോ. അയാളുടെ ബന്ധുക്കളാ ഞങ്ങള്. ഓ, ആ നിങ്ങളായിരുന്നു. ഇരിക്കും. അമ്മേ, ഇവർക്ക് ചായ എടുത്ത് കൊടുക്ക്. ചായ ഒന്നും വേണ്ട. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്. നിങ്ങൾ വന്ന കാര്യം എനിക്ക് മനസ്സിലായി. അതെ, പണത്തിന്റെ കാര്യം സംസാരിക്കാൻ തന്നെ ഞങ്ങൾ വന്നേ. പണം തരാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കാം. അയ്യോ, അങ്ങനെ പറയരുത്. പണം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാ ഇന്ദ്രൻ. അതെ, നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം കൂടി തരണം. അത്തരം വലിയൊരു തുക പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ഇന്ദ്ര? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ വാക്കുകളാ ഇപ്പൊ തെറ്റിച്ചിരിക്കുന്നേ. ക്ഷമിക്കണം, മനഃപൂർവ്വമല്ല, നിങ്ങളെ പറ്റിക്കാനുമല്ല. ആ പണം ഏത് വിധേന ഞാൻ തന്നിരിക്കും. അതിന്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കുറച്ചു ദിവസത്തെ സാവകാശം കൂടി എനിക്ക് തരണം. അതെ, ആ ട്രാവൽസ് എന്റെ മോളുടെ പേരിലാ ഉള്ളത്. അവൾക്ക് ചെറിയൊരു കുഞ്ഞും ഉള്ളതാ. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി അത് അവളെയാ ബാധിക്കുന്നത്. ആ ഓർമ്മ നിങ്ങൾക്കാ വേണ്ടത്. ശരി, ഒരു 2 ദിവസത്തെ സാവകാശം കൂടി തരാം. അതിനുള്ളിൽ പണം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. എടീ, പണം ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, സംസ്കാരം വേണം. അതില്ലെങ്കിൽ പിന്നെ എത്ര പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഞാൻ പോവാ. വാടാ. അമ്മേ,
എന്നെ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്ന് വെച്ച് എന്തും പറയാമെന്ന് വിചാരിക്കണം. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതെ മോളെ, ഇവനിപ്പോ വീട് വിട്ട കട, കട വിട്ട വീട്, അത്രേ ഉള്ളൂ. അച്ഛനിവിടെ ഇല്ലാത്തോണ്ട് രാത്രി നേരത്തെ വീട്ടിലെത്തുകയും ചെയ്യും. അല്ല, നിങ്ങൾ രണ്ടാളും എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? എന്നെ വഴിയിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തിരിഞ്ഞു നോക്കാതെ നീ പോകുമെന്ന് എനിക്കറിയാം. എന്നാലേ ഞാൻ പോവാൻ വേണ്ടി വന്നതല്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളുടെയും ഭർത്താവിന്റെയും കൂടെ സ്ഥിരതാമസത്തിന് വന്നതാണെങ്കിലും സത്യമാണോ മോളെ? ചീരുമോളപ്പോ ഇനിയിവിടെ ഉണ്ടാകുവനു? ആ അതെ ആന്റി, 2 കുഞ്ഞുങ്ങളെയും കാണാതെ ഇവിടെ എത്ര നാള് വിട്ടു നിൽക്കും? എന്ന് വെച്ച് എല്ലാം സഹിച്ച് ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുമെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ വീണ്ടും പഴയ പോലെ ആണെങ്കിൽ ഞാൻ എന്റെ മക്കളെയും കൂട്ടിയായിരിക്കും പോകുന്നത്. ഇല്ല മോളെ, വിനയന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഇവന്റെ മാമനും ഇവനെ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. പെട്ടെന്നെന്താ ഇങ്ങനൊരു ബോധോദയം ഉണ്ടാവാൻ? കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാണെങ്കിൽ അവരെ ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു തടസ്സവും. അങ്ങനെ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചങ്ങ് സൂഹിക്കണ്ട. എന്നെയും മക്കളെയും നോക്കേണ്ട ഉത്തരവാദിത്തേ നിങ്ങൾക്കാ. ആ കടമ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. നന്നായി മോളെ, ഇങ്ങനെ തന്നെ വേണം ഭാര്യമാര്, അല്ലേ അനു? ആ, ഞാനേ നിങ്ങക്ക് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാം. ഹലോ ഹലോ ചേട്ടാ, എന്താ ഭീഷണിപ്പെടുത്താൻ വിളിച്ചാണോ? അതെന്തേട്ടാ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ എന്ത് പറഞ്ഞ ചേട്ടനെ പേടിപ്പിക്കുന്നേ? ചേട്ടന്റെ കയ്യിലല്ലേ ആയതിരിക്കുന്നേ. അപ്പൊ ആ ഓർമ്മയുണ്ടല്ലേ? എന്നിട്ടാണോ ഗുണ്ടകളെ വിട്ടിട്ട് എന്നെ ആക്രമിക്കാൻ നോക്കിയത്? അത് പിന്നെ ചേട്ടാ, ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഒന്നോർത്തോ, എന്നെ കൊന്ന ഫോൺ കൈക്കലാക്കാമെന്ന് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ വെറുതെ നടക്കില്ല. ഞാനന്ന് പറഞ്ഞല്ലേ? അത് കഴിഞ്ഞു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടാ ഞാൻ വിളിക്കുന്നേ. ക്യാഷുമായി എവിടെ വരണ്ടേ? അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഒന്ന് മനസ്സിൽ വെച്ചോ,
എനിക്കേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ പ്രചരിക്കും. അയ്യോ, അങ്ങനെ അവിവേകൊന്നും കാണിക്കില്ലേ? ദേ, മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്ക, ഇല്ലെങ്കിൽ വിനയൻ എന്താണെന്ന് നീയൊക്കെ അറിയും. പിന്നെ അപ്പൊ പറഞ്ഞ പോലെ. ഹലോ ഹലോ, വിനേട്ടന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ വേണോ കോഫി വേണോ? ഒന്നും പറഞ്ഞില്ല. കോഫി? അംഗവൈകല്യമുള്ള ഒരാള് ബാങ്കിൽ നിന്ന് പണം എടുത്തിറങ്ങുന്നത് നോട്ടമിട്ട് അക്രമികൾ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കും. പക്ഷേ വിനയനെ തന്നെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് അതെന്തിനായിരിക്കും? അത് ചിലപ്പോൾ ആള് മാറി ചെയ്തായിരിക്കാനാ സാധ്യത. അതുകൊണ്ടല്ലേ അവനത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നത്. എന്തായാലും പോലീസിൽ ഒരു പരാതി കൊടുക്കേണ്ടതായിരുന്നു. വേറൊരാളും ഇതുപോലെ ആക്രമിക്കപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് വിനയൻ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ടെന്നാ. അല്ലാതെ ഒരു വികലാംഗനെ ഒരിക്കലും ആള് മാറി തട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. പാവ എന്റെ ചീരുമോള്, അവിടെ ചെന്നിട്ട് ഇനി അവൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്തോ. ഇനി അതിനൊക്കെ നീ കൂടെ മറുപടി പറയണു. ചീരുവിന് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ലേ ചേച്ചി? അവിടെ വിനയന്റെ അമ്മയും അമ്മാവനൊക്കെ ഇല്ലേ? അവർക്ക് ചീരു ചെന്ന് വലിയ സന്തോഷമായി. അത് പിന്നെ സന്തോഷാവില്ലേ? കുഞ്ഞുങ്ങളെ നോക്കാനും അവരെ നോക്കാനും ഒരാളെ കിട്ടിയില്ലേ? മോളെ, ബാലന്റെ അവസ്ഥ എന്താ? അയാൾ ഇതുവരെ കോഴിക്കോട് നിന്ന് വന്നില്ലേ? ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ട് പോയത്രേ. ബാലനങ്കിള് സ്വന്തം അമ്മയെ പോലെ കരുതുന്ന ചേച്ചിയാ ഇപ്പൊ കിടപ്പിലായത്. അവർക്ക് ഒരു മകളല്ലാതെ വേറെ ആരും ഇല്ല. ഈ ഒരു അവസ്ഥയില് ചീരു അവിടെ ഉണ്ടാവേണ്ടത് ഒരു ആവശ്യം തന്നെ. എന്തായാലും നോക്കാം. വിനയന് അവളുടെ കാര്യത്തിൽ താല്പര്യക്കുറവൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഒത്തുപോകുന്നെങ്കിൽ ഒത്തുപോട്ടെ. നീ മഞ്ചാടി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു മോളെ? കണ്ടു വച്ചാ. ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? അവളവിടെ ഹാപ്പിയാ. ടെൻഷൻ നമുക്കാണല്ലോ. അതെന്താ? അവള് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ ടെൻഷൻ? അത് ഒരിക്കലും ഒരു ആപത്തില് വീണതല്ലേ അച്ഛാ. അവള് ചുറ്റുമുള്ളവരെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാ കുഴപ്പമൊന്നുമില്ല. ഒരനുഭവം കൊണ്ട് പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ അവൾക്കില്ലേ അനു? ഇനി മഞ്ചാടിക്ക് ഒരു തെറ്റും സംഭവിക്കില്ലെന്നാ എന്റെ വിശ്വാസം. അച്ഛന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെന്താ? ഞാൻ എന്റെ ഒരു ടെൻഷൻ പറഞ്ഞതാ അച്ഛാ. നിനക്ക് അവളെ കണ്ടപ്പോ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നിയാനു? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അങ്ങനെയൊന്നും തോന്നിയില്ല. തോന്നിയാ അപ്പൊ തന്നെ ഞാനത് തിരുത്തില്ലേ. അതൊന്നും വേണ്ടി വന്നില്ല. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. അതുപോട്ടെ, അവിടെ വരെ പോയിട്ട് നീ ഇന്ദ്രനെ അവന്റെ വീട്ടുകാരെ വഴി പോലും കണ്ടില്ലേ? ഇല്ല, ഭാഗ്യത്തിന് ആരെയും കാണേണ്ടി വന്നില്ല. ഇന്ദ്രൻ എന്തൊക്കെയോ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് ദാസ വിളിച്ചപ്പോ എന്നോട് സൂചിപ്പിച്ചു. പണ്ടൊക്കെ എന്തുണ്ടെങ്കിലും അവൻ എന്നെ വിളിക്കും. സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹായിക്കും, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഒരു കാലം. മോളെ, നീ വിഷമിക്കണ്ടനു. നിന്നെ നമ്മുടെ അച്ഛനെയും വേദനിപ്പിച്ചതിന്റെ ശിക്ഷയാ അവൻ ഇപ്പൊ അനുഭവിക്കുന്നത്. താമസിയാതെ അവൻ കൈ കൂപ്പിക്കൊണ്ട് ഈ വീട്ടിന്റെ മുമ്പിൽ വരുന്നത് നിനക്ക് കാണാം. അമ്പിളി, നീ കുഞ്ഞിന് ചോറ് കൊടുത്തോ? ഇല്ലല്ലോ കേട്ടാ. എന്നാ ചെല്ല, കുഞ്ഞിനെടുത്തിട്ടോ. അനു,
ശരിക്കും അവിടെ എന്തൊക്കെ ഉണ്ടായത്? വിനയനെ തൂക്കാൻ ശ്രമിച്ചത് ആരാ? അതിന് ആ ഫോണുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാ രഘുവേട്ടാ എനിക്ക് തോന്നുന്നത്. അമ്മ ചോറ് തരാലോ ലച്ചുമോക്ക്, വാ. അനു, ദേ വിച്ചുമോൻ ഉണർന്നു. നീ പെട്ടെന്ന് ചെല്ല്. എന്നാലും ഇത്രയും നല്ലൊരു വഴി മുന്നിലുണ്ടായിരുന്നിട്ടും അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തത് വളരെ മോശമായിപ്പോയി ഇന്ദ്ര. അയാൾ കാശ് വരുന്ന അവസ്ഥയിൽ എത്തിയതായിരുന്നു. പക്ഷേ നിയന്ത്രണം വിട്ട് അമ്മ ഓരോന്ന് വിളിച്ചു പറഞ്ഞു കാരണം ആ വാതിൽ അടഞ്ഞു. ഇന്ദ്രൻ ആന്റിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. അതെങ്ങനെയാ? ഇന്ദ്രന്റെ അമ്മയ്ക്ക് അത്തരം അറിവുകളൊന്നും ഇല്ലല്ലോ. എല്ലാറ്റിനും എടുത്തിയാടുന്ന പ്രകൃതമല്ലേ. ശരിക്കും സ്വന്തം അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഓരോരുത്തരോട് പെരുമാറാൻ. പിന്നെ ദുരഭിമാനം കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവണം. ഇത് മൊത്തത്തിൽ കടവും കടത്തിന്റെ കൂടും. അഹങ്കാരത്തിനാണെങ്കിലോ ഒരു കുറവുമില്ല. അതൊക്കെ പോട്ടെ രവിയേട്ടാ, കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ സ്ത്രീയുടെ കഴിവുകേട് കാരണമല്ലേ രക്ഷപ്പെടാനുള്ള അവസ്ഥ ഇല്ലാതായത്. രവി, അങ്ങനെ എല്ലാ കുറ്റവും എന്റെ അമ്മയുടെ തലയിൽ വെച്ച് നീ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീ തന്നെയാ. ഞാനോ? നീ എന്താ നാടകം കളിക്കാണോ? രവി, എന്റെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇന്ദ്രൻ പറഞ്ഞെന്താ? ഞാൻ മോഷ്ടിച്ചെന്നോ? എന്താ സംശയം? പിന്നെ ചോദിക്കാതെ പണം എടുക്കുന്നതിനെ മോഷണം എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? ഓ, ആണോ? അപ്പോ എന്റെ വീട്ടിൽ കയറി എന്റെ അനുവാദമില്ലാതെ സ്വർണം എടുക്കുന്നതിന് എന്താ വിളിക്കേണ്ടത്? അപ്പോ നീയും കള്ളനല്ലേ? രവി, നീ അധികം ഒച്ച എടുക്കണ്ട. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി പണയം വെച്ച് കാര്യം കണ്ടിട്ടേ എന്നെ കള്ളനാക്കണോ നീ? അതാടാ, നീ തന്നെ കള്ളൻ. നിന്നെ എന്റെ സ്ഥാപനത്തിൽ കയറ്റിയതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്താ ഇത്? നിങ്ങൾ എന്താ വെറുതെ കൊച്ചുകുട്ടികളെ പോലെ? ഒന്ന് നിർത്തന്നേ. നീ ഒന്നും പറയണ്ട. എന്റെ അനുവാദമില്ലാതെ കണ്ടവനെയൊക്കെ സഹായിച്ചതിന് ഇപ്പൊ കണ്ടോടി, എനിക്ക് കള്ളനാവേണ്ടി വന്നു. അതാണോ? എടാ, നീ കള്ളൻ തന്നെയാ. എന്നിട്ട് എന്റെ അമ്മയെ പറയാൻ വന്നേക്കുന്നു. ഇനി ഒരു അക്ഷരം മിണ്ടിയാ അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ഓഹോ, എടാ എടാ, നീ ആണാണെങ്കിൽ എന്റെ പല്ലടിച്ച് തറയിടോ. വേണ്ട, ഒന്ന് മാറി നിങ്ങള്. മതിയില്ലല്ലേ? പക്ഷേ